വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകൾക്ക് കൈത്താങ്ങാവാൻ അമ്മ എഴുതിയ കവിതാ പുസ്തകം തെരുവിൽ വിൽപ്പന നടത്തി മകളും കൂട്ടുകാരിയും. മലപ്പുറം ഇരുമ്പിളിയം എംഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ KS ദേവിയുടെ പച്ചില എന്ന കവിതാ സമാഹാരമാണ് മകൾ മുരളിക ദേവും കൂട്ടുകാരി ഹയ പള്ളിയാലും ചേർന്ന് ബസ് സ്റ്റാൻഡിലും കടകളിലും നടന്ന് വിൽപ്പന നടത്തിയത്. മാധ്യമങ്ങളിലൂടെ വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ കണ്ടതോടെയാണ് ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മുരളിക ആലോചിക്കുന്നത്. ഇതേ തുടർന്ന് അമ്മ രചിച്ച കവിതാ സമാഹാരം തെരുവിലും പരിചയക്കാരിലും വിൽപ്പന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു മുരളികയും സുഹൃത്തു കൂടിയായ ഹയ പള്ളിയാലിലും. തുടർന്നാണ് പ്ലക്കാർഡുമായി ഇരുവരും തെരുവിലിറങ്ങിയത്. കടകളിലും മറ്റും കയറിയായിരുന്നു വിൽപ്പന. നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുരളിക പറയുന്നു. തകർന്നിരിക്കല്ലേ, അപ്പോൾ നമ്മളല്ലേ ഒരു പ്രചോദനം നൽകേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യാണ്. ഇതിൻ്റെ അമ്മ എഴുതിയ ബുക്കാണ്. അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങൾ ഈ ബുക്ക് വിറ്റിട്ട് തന്നെ 10,000 റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിന് കൊണ്ടുകൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഈ ബുക്ക് വിറ്റിട്ട് ഇപ്പോൾ കിട്ടുന്ന പൈസ നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യാനാണ്. കടകശ്ശേരി ഐഡിയൽ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുരളിക. ഇതേ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് കൊടുമുടി സ്വദേശിയായ ഹയയും. പുസ്തകം വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വാങ്ങിയെത്തിക്കാനാണ് തീരുമാനം. 2018 പ്രളയത്തിലും മുരളിക പുസ്തകം വിറ്റ് തുക സമാഹരിച്ച് ജില്ലാ കളക്ടറെ നേരിൽ ചെന്ന് കണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. മുള്ളൂർക്കര NSS മാനേജ്മെന്റ് സ്കൂളിലെ കായികാധ്യാപകനായ മുരളിയാണ് മുരളികയുടെ പിതാവ്. അമ്മ KS ദേവി എഴുതിയ 2ാമത്തെ പുസ്തകമാണ് പച്ചില. മലബാർ ടൈംസ്, വളാഞ്ചേരി. Empire College of Science for next technocrats, Kuttipuram, Moodal, Malappuram.